Hello everyone, welcome to another video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന വേരിയബിൾസിനെ കുറിച്ചാണ്. ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസ് എന്തൊക്കെ ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഉണ്ട്, എന്താണ് ഇതിന്റെ യൂസ് കേസസ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വേരിയബിൾസ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ഫസ്റ്റ് നമുക്ക് നോക്കാം. വേരിയബിൾ is a named container used to store data values in memory during the execution of a program. ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷന്റെ സമയത്ത് നമ്മളുടെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു നെയിംഡ് കണ്ടെയ്നർ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ബോക്സ്, എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബോക്സിന് നമ്മളൊരു പേര് കൊടുത്ത് വെക്കുന്നു. ആ പേര് കൊടുത്ത് വെക്കുന്ന ബോക്സിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പേര് കൊടുത്ത് വെച്ചിരിക്കുന്ന കണ്ടെയ്നർ, അതായത് നെയിംഡ് കണ്ടെയ്നർ, നമ്മുടെ ആ ബോക്സിനെ ആ പേര് വെച്ച് നമുക്ക് വിളിക്കാൻ പറ്റും. അത് വെച്ചിട്ട് പല സ്ഥലങ്ങളിൽ നമുക്കതിനെ റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് ഒരു വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റീഅസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ വാല്യൂസ് വെക്കാനോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് വാല്യൂസ് വെക്കാനോ ഒക്കെ ഇതിന് സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഡിൻ്റെ അകത്ത് ഫുള്ള് അത് റീയൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്കോപ്പിനനുസരിച്ച്. ഓക്കെ, വേരിയബിൾ ടൈപ്സ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പാണ്. മെയിൻലി മൂന്ന് ടൈപ്പാണുള്ളത് വേരിയബിൾ ടൈപ്സ്. വാർ ആണ് ഫസ്റ്റ്, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ലെറ്റ്, തേർഡ് വൺ എന്ന് പറയുന്നത് കോൺസ്റ്റ്. അപ്പോൾ വാർ, ലെറ്റ്, കോൺസ്റ്റ് ഈ മൂന്നെണ്ണമാണ് വേരിയബിൾ ടൈപ്സ് ഉള്ളത് ജാവാസ്ക്രിപ്റ്റിൽ. മറ്റ് ടെക്നോളജീസിൽ വേറെ ഉണ്ട്, ബട്ട് ജാവാസ്ക്രിപ്റ്റിൽ ഈ മൂന്നെണ്ണമാണ് ഉള്ളത്. നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, വാർ. വാർ എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ഡിക്ലെയർഡ് വിത്ത് വാർ ഹാവ് ഫങ്ഷൻ സ്കോപ്പ് ഓർ ഗ്ലോബൽ സ്കോപ്പ് ഡിപ്പെൻഡിങ് ഓൺ വെയർ ദേ ആർ ഡിക്ലെയർഡ്. എവിടെയാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് വാർ വെച്ച് ഡിക്ലെയർ ചെയ്തേക്കുന്ന വേരിയബിൾസിന് ഫങ്ഷൻ സ്കോപ്പോ അല്ലെങ്കിൽ ഗ്ലോബൽ സ്കോപ്പോ ആയിരിക്കും. ഒരു ഫംഗ്ഷൻ്റെ അകത്താണ് ഈ വാർ വെച്ച് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ ആ വേരിയബിൾസിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഗ്ലോബലി, അതായത് പുറത്താണ് ഡിക്ലെയർ ചെയ്തേക്കുന്നതെങ്കിൽ പുറത്ത് അതിനെ മറ്റൊരു മൾട്ടിപ്പിൾ സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വാർ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞിരുന്ന വാറിൻ്റെ കാര്യമാണ്. അപ്പോൾ വാർ എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മുടെ വേരിയബിൾ നെയിം, ഫസ്റ്റ് വേരിയബിൾ നെയിമിന് ഫ്രൂട്ട് എന്ന് നമുക്ക് കൊടുക്കാം. ഫ്രൂട്ട് ഈക്വൽ ടു ആപ്പിൾ. ഇങ്ങനെയാണ് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് വാർ കീവേഡ് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഫ്രൂട്ട് എന്ന് പറയുന്ന കണ്ടെയ്നർ, അതായത് നമ്മുടെ ബോക്സിൻ്റെ പേരാണ് ഫ്രൂട്ട്. ഫ്രൂട്ട് എന്ന് പറയുന്ന ബോക്സിൻ്റെ നമ്മൾ വെച്ചേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ആപ്പിൾ എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ, ഇത് ഒരു ഫംഗ്ഷൻ്റെ അകത്തോ ഒന്നുമല്ല ഡിക്ലെയർ ചെയ്തേക്കുന്നത്, ഇപ്പോൾ ഗ്ലോബൽ സ്കോപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫംഗ്ഷൻ എഴുതി നോക്കാം. ഫ്രൂട്ട് ഫംഗ്ഷൻ സാമ്പിൾ ഒരു പേര് കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മളൊരു ഫംഗ്ഷൻ എഴുതുന്നു. ഈ ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ഈ വേരിയബിളിനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ കൺസോൾ ലോഗ് ചെയ്യുക. കൺസോൾ ലോഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസോൾ ലോഗ്. നമ്മൾ ഫ്രൂട്ട് ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് നിന്ന് കൺസോൾ ലോഗ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിൽ ഈ ഫ്രൂട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ഒരു വേരിയബിൾ ഇല്ല, ഫ്രൂട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഒരു ഗ്ലോബലി ഡിക്ലെയർ ചെയ്തേക്കുന്ന, അതായത് പുറത്ത് ഡിക്ലെയർ ചെയ്തേക്കുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ഈ വേരിയബിളിനെ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുമോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, ആസ് പെർ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് വാറിൻ്റെ അകത്ത് ഗ്ലോബൽ സ്കോപ്പ് ആണെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിൽ നമുക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഈ വേരിയബിളിനെ വിളിക്കുകയാണ്. ഇനി ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുകയാണ് ഫ്രൂട്ട് ഫംഗ്ഷൻ. നമുക്ക് ആപ്പിൾ എന്ന ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ സൂം ചെയ്യാം. ഓക്കെ, ഫ്രൂട്ട് എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ പുറത്തായിരുന്നു, അതായത് ഗ്ലോബലി ആയിരുന്നു ഡിക്ലെയർ ചെയ്തിരുന്നത്. ഗ്ലോബലി ഡിക്ലെയർ ചെയ്തിരുന്ന വാല്യൂവിനെ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ അകത്തും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് ഗ്ലോബൽ സ്കോപ്പ് ആയതുകൊണ്ട് വാർ വെച്ച് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾ. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതുന്നു. ഫംഗ്ഷൻ എന്ത് പേര് കൊടുക്കും? ഫ്രൂട്ട് 2. ജസ്റ്റ് സാമ്പിൾ ഒരു പേര് കൊടുക്കുന്നുള്ളൂ. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ. ഇതിൻ്റെ അകത്ത് നമ്മൾ വാർ വെച്ചിട്ട് മറ്റൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക്
ഫുഡ് എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. നമുക്കപ്പം നമ്മുടെ ഇഷ്ടഭക്ഷണമായ ബിരിയാണി കൊടുക്കാം. ബിരിയാണി എന്ന് പറഞ്ഞൊരു ഫുഡ് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ബിരിയാണി അല്ല, ഫുഡ് എന്ന് പറയുന്നൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ബിരിയാണി എന്നുള്ള വാല്യൂ അതിൻ്റെ അകത്ത് കൊടുത്തു. ഇനി ഇതിപ്പോൾ ഈ ഫംഗ്ഷൻ്റെ അകത്താണ് ഇതിൻ്റെ സ്കോപ്പ്. അതായത് വാർ ഫുഡ് എന്ന് പറയുന്ന വേരിയബിൾ ഈ fruit2 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്താണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ഫംഗ്ഷൻ്റെ അകത്താണെങ്കിൽ ഫംഗ്ഷൻ സ്കോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്ലോബൽ സ്കോപ്പ് ആയിരിക്കും. നമ്മൾ ഗ്ലോബൽ സ്കോപ്പ് പറഞ്ഞിരുന്നു. ഗ്ലോബൽ സ്കോപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഏത് ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ സ്കോപ്പാണ്. ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമാണ് ഈ ഫുഡ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉള്ളത്. നമുക്ക് ഇവിടെ നിന്ന് കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. ഫുഡ് എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ കൺസോൾ ലോഗ് ചെയ്യുകയാണ്. ഇത് നോക്കാം, അൺകോട്ട് റെഫറൻസർ ഇതൊരു എററാണ്. ഫുഡ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അതായത് ഗ്ലോബൽ സ്കോപ്പിൽ ഈ ഫുഡ് എന്ന് പറയുന്ന വേരിയബിൾ ഇല്ല. ഈ വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്താണ്. അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് ആക്സസിബിൾ ആയിരിക്കില്ല. പക്ഷേ ഈ കേസിൽ ഫ്രൂട്ട് എന്ന് പറയുന്ന വേരിയബിൾ ഗ്ലോബലി ഡിക്ലെയർ ചെയ്തിരുന്ന ഒരു വേരിയബിൾ ആയിരുന്നു. അതിനാൽ തന്നെ ഫംഗ്ഷൻസിൻ്റെ അകത്തും ഈ ഗ്ലോബലി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾസ് അവൈലബിൾ ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഫംഗ്ഷൻസിൻ്റെ, അതായത് ഫംഗ്ഷൻ സ്കോപ്പിലാണ് നമ്മൾ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നതെങ്കിൽ അത് ഗ്ലോബൽ സ്കോപ്പിൽ അവൈലബിൾ ആയിരിക്കില്ല. ഗ്ലോബൽ സ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ അകത്തോ ഒന്നും അല്ലാതെ പുറത്ത് കോമൺ ആയിട്ടുള്ള പ്ലേസിൽ എല്ലാത്തിനും ആക്സസ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്കോപ്പാണ് ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലോബൽ സ്കോപ്പിൽ ഈ ഫംഗ്ഷൻ സ്കോപ്പിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങൾ ആക്സസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ, അതായത് വാർ, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതിൽ ദേ ക്യാൻ ബി റീഡിക്ലെയർഡ് ആൻഡ് റീഅസൈൻഡ്. അതും കൂടെ നമുക്ക് നോക്കാം. വാർ വെച്ച് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾസിനെ റീഡിക്ലെയർ ചെയ്യാനും റീഅസൈൻ ചെയ്യാനും പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വാർ ABC ഈക്വൽ ടു ടെസ്റ്റഡ് എന്ന് കൊടുത്തു. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഡിക്ലെയർ ചെയ്യാൻ പറ്റും. അതായത് ഒരു തവണ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത ഈ ABC എന്ന് പറഞ്ഞ വേരിയബിളിനെ നമുക്ക് വീണ്ടും ഡിക്ലെയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന് IJKL നമുക്ക് റീഡിക്ലെയർ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ ABC പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ IJKL എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പം ഓൾറെഡി ABC എന്നറിഞ്ഞ വേരിയബിളിനെ നമ്മൾ വാർ വെച്ച് ഡിക്ലെയർ ചെയ്തിരുന്നു. പക്ഷേ അതേ ABC എന്ന് പറഞ്ഞ വേരിയബിളിനെ വാർ വെച്ചിട്ട് ഡിക്ലെയർ ചെയ്ത് പുതിയ വാല്യൂ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആദ്യം ടെസ്റ്റഡ് എന്ന് പറഞ്ഞ വേരിയബിൾ വാല്യൂ വെച്ചിട്ട് ABC വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിരുന്നു. പിന്നീട് IJKL എന്ന് പറഞ്ഞ വാല്യൂ വെച്ചിട്ട് അതിനെ റീഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ റീഡിക്ലെയർ ചെയ്യാൻ പറ്റും. അടുത്ത പറയുന്നത് റീഅസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഓൾറെഡി റീഡിക്ലെയർ ചെയ്തതിൻ്റെ അകത്ത് ABCയുടെ വാല്യൂ എന്ന് പറയുന്നത് IJKL ആണ്. നമുക്ക് ഇതിൻ്റെ വാല്യൂ റീഅസൈൻ ചെയ്ത് നോക്കാം. യെസ്, ഇറ്റ് ഈസ് കറക്റ്റ്. ഇനി നമ്മൾ ABC പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ഈസ് കറക്റ്റ് വരും. അതായത് നമുക്ക് റീഡിക്ലെയർ ചെയ്യാനും പറ്റും, റീഅസൈൻ ചെയ്യാൻ പറ്റും. റീഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഏതെങ്കിലും ഒരു ടൈപ്പ് വെച്ച്, വേരിയബിൾ ടൈപ്പ് വെച്ച് ഡിക്ലെയർ ചെയ്ത ഒരു വാല്യൂ സെറ്റ് ചെയ്യുന്നു. അതിനെ വീണ്ടും മറ്റൊരു വാല്യൂ വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് റീഡിക്ലറേഷൻ. റീഅസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളതിനകത്തോട്ട് മറ്റൊരു വാല്യൂ അസൈൻ ചെയ്തെടുക്കുന്നത് റീഅസൈനിങ് എന്ന് പറയുന്നത്. നമുക്കിതിനെ വേണമെങ്കിൽ, അതായത് റീഅസൈൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിനകത്ത് നമ്പർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ABC നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് കിട്ടും. അപ്പോൾ റീഡിക്ലറേഷനും പറ്റും, റീഅസൈനും പറ്റും വാറിൻ്റെ അകത്ത്. അപ്പോൾ വാർ കഴിഞ്ഞ് നമുക്ക് അടുത്തത് ലെറ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ലെറ്റ് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾസിന് ബ്ലോക്ക് സ്കോപ്പ് ആയിരിക്കും. അതായത് ആ ഒരു ബ്ലോക്കിൻ്റെ സ്കോപ്പ് മാത്രമേ കാണത്തുള്ളൂ, മറ്റ് സ്കോപ്സ് ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കൊരു വേരിയബിളിനെ ലെറ്റ് വെച്ച് എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. ലെറ്റ് G1 ഈക്വൽ ടു ISR. നമ്മൾ ലെറ്റ് വെച്ചിട്ട് ഇങ്ങനെയാണ് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ലാസ്റ്റ് എന്താണ് പറഞ്ഞിരുന്നത്? ഇറ്റ് ക്യാൻ ബി റീഅസൈൻഡ് ബട്ട്
നോട്ട് റീഡിക്ലെയർഡ് ഇൻ ദ സെയിം സ്കോപ്പ്. റീഅസൈൻ ചെയ്യാൻ സാധിക്കും, റീഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല. നമുക്കൊരു ഫംഗ്ഷൻ എഴുതി നോക്കാം. ഫംഗ്ഷൻ g1fn. ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം യൂസിങ് let g item equal to car, let g item equal to bike, console log g item. ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ നോക്കാം. ഇവിടെ ഇറ്റ് cannot be redeclared in the same scope. റീഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ എന്തോ നിങ്ങളോട് റോങ് ആയിട്ട് ഇൻഫർമേഷൻ തന്നു എന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ക്ലിയർ ചെയ്യാം. റീഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത ഒരു സാധനത്തിനെ വീണ്ടും ഡിക്ലെയർ ചെയ്യുന്നതിനാണ് റീഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതും സെയിം സ്കോപ്പിൽ റീഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വർക്കാവില്ല എന്നാണ് പറയുന്നത്. They can be reassigned but not redeclaration. റീഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ റീഅസൈൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്നത് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത ഒന്നിനെ നമ്മൾ റീഡിക്ലെയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നതെന്ന് നോക്കാം. നമുക്ക് എററാണ് വരുന്നത്. ഇതാ നോക്കാം. ജി ഐറ്റം എന്ന് പറയുന്നത് ഓൾറെഡി ഡിക്ലെയർഡ് എന്നാണ് പറയുന്നത്. ജി ഐറ്റം, അതിനാൽ തന്നെ ഓൾറെഡി ഡിക്ലെയർഡ് ആയ സെയിം സ്കോപ്പിലുള്ള സാധനം വീണ്ടും നമുക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല, റീഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. നോട്ട് റീഡിക്ലെയർഡ്. പക്ഷെ നമുക്ക് റീഅസൈൻ ചെയ്യാൻ സാധിക്കും. റീഅസൈനിങ് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റുന്നു. ജി ഐറ്റം 2 എന്നാക്കുന്നു. എന്നിട്ട് ഞാൻ കൺസോൾ ലോഗ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഡിക്ലെയർ അല്ല ഇവിടെ ചെയ്യുന്നത്, എന്തുവാ റീഅസൈൻ ആണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് എന്ന രീതിയിൽ സാമ്പിൾ ഡേറ്റ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് എന്ന രീതിയിൽ കൺസോൾ ലോഗ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? ഇവിടെ ആയിരുന്നു ലെറ്റ് വെച്ചിട്ട് ഒരു പ്രാവശ്യം അസൈൻ ചെയ്ത് വീണ്ടും അസൈൻ ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ഇവിടെ ഓൾറെഡി അസൈൻ ചെയ്തതിനകത്ത് റീഅസൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, റീഡിക്ലെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എറർ വരുമോ നോക്കാം. എറർ ഒന്നും വന്നില്ല. നമുക്ക് ജസ്റ്റ് ആ ഫംഗ്ഷൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. എൻ്റർ അടിക്കുക. സാമ്പിൾ ഡേറ്റ ബൈക്ക് എന്ന് പറഞ്ഞിട്ട് വന്നു. കാറായിരുന്നത് ബൈക്കായി. അപ്പോൾ റീഅസൈനിങ് നടക്കും, പക്ഷേ റീഡിക്ലറേഷൻ നടക്കില്ല. അതാണ് ലെറ്റിൻ്റെ ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത്. നമുക്കടുത്ത് കോൺസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസ്, ചേഞ്ച് ആകാത്ത വേരിയബിൾസ്, അങ്ങനെയുള്ള വേരിയബിൾസിനാണ് കോൺസ്റ്റ് യൂസ് ചെയ്ത് ഡിക്ലെയർ ചെയ്യുന്നത്. ബ്ലോക്ക് സ്കോപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇത് റീഅസൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരു തവണ വാല്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇതിന് രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് കോൺസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ കോൺസ്റ്റന്റ് വേരിയബിൾസിനാണ്, കോൺസ്റ്റന്റ് വാല്യൂ ചേഞ്ച് ആവാത്ത വേരിയബിൾസിനാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. ഒരു തവണ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൈ കൊടുക്കാം. 3.14 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ കൊടുത്തു. പൈക്ക് നമ്മൾ പുതിയൊരു വാല്യൂ കൊടുക്കാൻ നോക്കും. 7.16. എന്ത് സംഭവിക്കും? അസൈൻമെൻറ്റ് ടു കോൺസ്റ്റന്റ് വേരിയബിൾ, ഒരു കോൺസ്റ്റന്റ് വേരിയബിളിലേക്ക് പിന്നെയും വാല്യൂ അസൈൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് സാധിക്കില്ല. അതാണ് എറർ വരുന്നത്. അപ്പം നമുക്ക് ഒരു തവണ കൂടി പറയാം. വാറാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ സ്കോപ്പും അല്ലെങ്കിൽ ബ്ലോക്ക് സ്കോപ്പും ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് എവിടെയാണ് അതിനുള്ള സ്കോപ്പിലായിരിക്കും വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വേരിയബിൾസിനെ. ലെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് പെർട്ടിക്കുലർ ബ്ലോക്ക് സ്കോപ്പിലായിരിക്കും വരുന്നത്, അതായത് ആ ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിലായിരിക്കും വരുന്നത്. അതേപോലെ കോൺസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതും ബ്ലോക്ക് സ്കോപ്പിലായിരിക്കും, പക്ഷേ കോൺസ്റ്റന്റ് വേരിയബിൾസിനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ലെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഅസൈൻ ചെയ്യാൻ സാധിക്കും, പക്ഷേ റീഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേപോലെ വാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഡിക്ലെയർ ചെയ്യാനും സാധിക്കും, റീഅസൈൻ ചെയ്യാനും സാധിക്കും. പക്ഷേ നമുക്ക് നേരത്തെ ഇതിനു മുമ്പ് കുറേ നാളുകൾക്ക് മുമ്പ് വാറായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും മെയിൻലി കോൺസ്റ്റും ലെറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടാമത്തെ സെക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റും വാറും ലെറ്റും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി കോൺസ്റ്റിനകത്ത് മറ്റൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അതായത് ഒബ്ജക്റ്റുകളും അറേസും. ഒബ്ജക്റ്റ് ആൻഡ് അറേസ് ആർ ഡിക്ലെയർഡ് വിത്ത് കോൺസ്റ്റ്. ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ക്യാൻ സ്റ്റിൽ ബി മോഡിഫൈഡ്. കോൺസ്റ്റ് വെച്ചാണ് വേരിയബിൾസിനെ, അതായത്
ഒബ്ജക്ട്സിനെ അറേസിനെ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ പോലും അതിൻ്റെ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ const array equal to 1 2 3 1 comma 2 comma 3. ഓക്കെ, array of 1 ഞാൻ ഒരു 25 എന്നുള്ള വാല്യൂ കൊടുക്കും. ഇനി ARR നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 125 3 എന്ന് വന്നു. ഓക്കെ, ഇതിന് കാരണം എന്ന് പറയുന്നത് ഇതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഒബ്ജക്ട്സിനും അറേസിനും എക്സെപ്ഷണൽ കേസാണ്. കോൺസ്റ്റ് വെച്ച് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ വേരിയബിൾസ് ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ, അതായത് ബാക്ക് എൻഡിൽ നടക്കുന്നത് കറക്റ്റ് എന്താണോ കോൺസ്റ്റിൻ്റെ ഫംഗ്ഷനാലിറ്റി അത് ബാക്ക് എൻഡിൽ അറേസിനും ഒബ്ജക്ട്സിനും സെയിം തന്നെയാണ് നടക്കുന്നത്. എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്ട്സും അറേസും ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ മെമ്മറിയിലെ ഒരു ലൊക്കേഷൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, അതായത് ഒരു റെഫറൻസ് ആണ്. ആ റെഫറൻസിലേക്ക് പോയിന്റ് ചെയ്തേക്കുന്ന ഒരു റെഫറൻസിലേക്കുള്ള പോയിന്റ് ആയിരിക്കും ഈ ഒബ്ജക്ട്സ് എന്നും അറേസ് എന്നും പറയുന്നത്. അവിടെയാണ് നമ്മൾ വാല്യൂസ് കൊണ്ടുവെക്കുന്നത്. അപ്പോൾ റെഫറൻസ്, ഇത് പോയിന്റ് ചെയ്തേക്കുന്ന റെഫറൻസ് ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. അതിൽ കൊണ്ടുവെക്കുന്ന വാല്യൂ മാത്രമാണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഒബ്ജക്ട്സും അറേസും ഹോൾഡ് ചെയ്യുന്നത് എന്താണ്? മെമ്മറിയിലെ ലൊക്കേഷൻ മാത്രം, അതിലെ റെഫറൻസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് വരും. ഇതിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലും ഇത് റോങ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് കീപ്പ് ഇൻ മൈൻഡ്, ഇതിനകത്തെ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം അറേസ് ആൻഡ് ഒബ്ജക്ട്സ് ഹോൾഡ് ചെയ്യുന്നത് ഇതിൻ്റെ റെഫറൻസ് മാത്രമാണ്. അതായത് മെമ്മറി ലൊക്കേഷനുള്ള ഈ അറേയിലെ വാല്യൂസിൻ്റെ, അതായത് എവിടെയാണോ കൊണ്ടുവച്ചേക്കുന്നത് ആ ഒരു മെമ്മറി ലൊക്കേഷൻ്റെ റെഫറൻസ് മാത്രമാണ് ഒബ്ജക്ട്സും അറേസും ഹോൾഡ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.